നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. പതറാതെ മുന്നോട്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അത് മറ്റാരുടേതുമായിരുന്നില്ല, ശ്രീ കെ കരുണാകരൻ്റേതായിരുന്നു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ കെ കരുണാകരൻ്റേത്. ഒരു മുഖവുരയുടെ ആവശ്യമില്ല. ലീഡർ എന്ന ഒറ്റ വിളിയിൽ നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തിയുടെ പ്രവാഹം തന്നെ നമ്മിലേക്ക് ഉണർന്നു വരും. അതായിരുന്നു ലീഡർ കെ കരുണാകരൻ. ആശ്രിതവത്സലൻ എന്നൊക്കെയുള്ള മറ്റു പേരുകൾ, ഭീഷ്മാചാര്യൻ എന്നുള്ള മറ്റൊരു പേര്, ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ നിലനിർത്തി എന്നാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും പ്രതിഭാധനരായ മുഖ്യമന്ത്രികളിൽ അദ്ദേഹം ഉൾപ്പെടുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയും അതുപോലെ തന്നെ കരുത്തും ഭരണപാഠവും ഒക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. 4 തവണയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ടായത്. ഐക്യജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിൻ്റെ മുഖ്യ ശില്പി കൂടിയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. 2007 അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ചലിക്കുകയും നാക്സിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുമായി ചേരുകയുമുണ്ടായി. അതിനുവേണ്ടി DICK തുടങ്ങിയ സംഘടനകളിൽ അദ്ദേഹം വർദ്ധിച്ചിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും ആ മാതൃപ്രസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ മരണം വരിക്കുകയുമായിരുന്നു ഉണ്ടായത്. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ 7ാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 15ാമത്തെയും മുഖ്യമന്ത്രിയായിരുന്നു. 1977 മാർച്ച് 25 ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി സ്ഥാനം 1977 ഏപ്രിൽ 25 അവസാനിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം 1981 ഡിസംബർ 28 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. 1982 മാർച്ച് 17 അത് അവസാനിക്കുന്നു. പിന്നീട് 1982 മെയ് 24 മുഖ്യമന്ത്രിയായ അദ്ദേഹം 1987 മാർച്ച് 25 അത് അവസാനിപ്പിക്കുന്നത്. പിന്നീട് 1991 ജൂൺ 24 മുഖ്യമന്ത്രിയായ അദ്ദേഹം 1995 മാർച്ച് 16 മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും ഒരു ചരിത്ര നേട്ടമായി തന്നെ കുറിക്കേണ്ടതുണ്ട്. 1918 ജൂലൈ 5 അദ്ദേഹത്തിൻ്റെ ജനനം. മിഥുനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കിഴക്കേ കരമ്മൽ നെഞ്ചേത്ത് രാമുണ്ണി മാരാരുടെയും കണ്ണമത്ത് കല്യാണി മാരസ്യാരുടെയും 3ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ കുഞ്ഞിരാമ മാരാർ, ബാലകൃഷ്ണ മാരാർ, ദാമോദര മാരാർ എന്നിവരായിരുന്നു. ദേവകി മാരസ്യാർ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ചിത്രം. പിതാവ് ബ്രിട്ടീഷ് മലബാർ സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ആ കാലഘട്ടത്തെ ആശ്രയിച്ച് നോക്കുമ്പോൾ വലിയ വിഷമതകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കുട്ടിയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വടക്കേക്കര ലോവർ പ്രൈമറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ
തുടക്കം കുറിക്കുകയുണ്ടായത്. പിന്നീട് അണ്ടല്ലൂരിലും അതുപോലെ തന്നെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും അദ്ദേഹം പഠനം പൂർത്തിയാക്കി. രാജാസ് ഹൈസ്കൂളിൽ മെട്രിക്കുലേഷൻ പാസ്സായി അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് വലിയ പഠനത്തെ സംബന്ധിച്ച് വലിയ താല്പര്യമൊന്നും അദ്ദേഹം കാട്ടുകയുണ്ടായില്ല. വിദ്യാഭ്യാസം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം വേണമെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ താല്പര്യമായിരുന്നു അദ്ദേഹത്തെ ഇപ്രകാരം ഈ പഠനത്തിൽ നിന്ന്, ആ പഠനത്തിൻ്റെ വ്യഗ്രതയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാരാർ എന്ന് പറയുന്ന പദം തൻ്റെ പേരിൽ നിന്ന് അദ്ദേഹം മാറ്റിയെടുക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആദ്യം അറിയപ്പെട്ടിരുന്ന കണ്ണോത്ത് കരുണാകര മാരാർ എന്നായിരുന്നു. ആ കണ്ണോത്ത് കരുണാകര മാരാർ എന്നതിലെ കണ്ണോത്ത് ലോപിച്ചിക്കായും അതുപോലെ തന്നെ കരുണാകര മാരാറിലെ മാരാരും മാറിയപ്പോഴാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിക്കുകയുണ്ടായത്. മാരാർ എന്ന് പറയുന്ന പദം പ്രത്യേകിച്ച് ജാതിവാല് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ള വിപ്ലവകരമായൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി എന്നത് നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തേണ്ട സംഗതിയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ജാതിവാലുകൾ വയ്ക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന ഈ ലോകത്ത് ആ കാലഘട്ടത്തിൽ തന്നെ ജാതിവാല് മുറിച്ച് കളയുവാനുള്ള തൻ്റെ ഇടം കാണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലെ ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കണ്ണിൽ അദ്ദേഹത്തിന് ചെറിയ അസുഖം വന്നു. കണ്ണിൽ അസുഖം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ചികിത്സയുടെ കൂടി ഭാഗമായി മൂത്ത ജ്യേഷ്ഠനോടൊപ്പം അദ്ദേഹം തൃശ്ശൂരിലെ വെള്ളാനിക്കരയുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറ്റുകയാണ്. പിന്നീട് അദ്ദേഹം തൃശ്ശൂരിനെ തൻ്റെ തട്ടകമായി തിരഞ്ഞെടുക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്താണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഉണ്ടായിരുന്നു. ആ ചിത്രകല ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പഠനം നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായി അദ്ദേഹം തൃശ്ശൂർ ഫൈൻ ആർട്സ് ചിത്രശാലയിൽ ചേരുകയും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ചിത്രകലയിൽ ഡിപ്ലോമ നേടുകയും ചെയ്തു ചരിത്രത്തിൻ്റെ ഭാഗമായ സംഗതിയാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ദിവാൻ ഭരണത്തിനെതിരെ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രജാമണ്ഡലത്തിന് വലിയ സജീവ പ്രവർത്തകനായി കെ കരുണാകരൻ മാറുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായത്. തുടർന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി അത് ജയിലിൽ അടയ്ക്കപ്പെടുന്നു എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ തീവ്രമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ സംഗതികളായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ തീവ്രമായ പ്രവർത്തനം, അതുപോലെ തന്നെ INTUC സ്ഥാപക നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ വളരെയേറെ ശ്ലാഘിക്കപ്പെടേണ്ടതായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ തൻ്റെ ജീവിതം ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിമറിച്ചെടുക്കുകയും അതിൻ്റെ മുഖ്യ വിധാതാവായി മാറുവാനുള്ള കെൽപ്പ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതിനിടെ അമ്മാവൻ രാഘവ മാരാരുടെ മകളായിരുന്ന കല്യാണി കുട്ടി അമ്മയെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയുണ്ടായി. ഭാര്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം ആശ്രിതവത്സലനാണ് എന്നും സൂചിപ്പിച്ചു. പക്ഷേ ആശ്രിതവത്സലൻ എന്നതിലുപരി അദ്ദേഹം സ്വന്തം കുടുംബത്തോട് വലിയ രീതിയിലുള്ള താല്പര്യം കാട്ടിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും വലിയ കുടുംബ ബന്ധങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകില്ല. പക്ഷെ മറിച്ച് അങ്ങനെയായിരുന്നില്ല. ആ കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം കൃത്യമായി സൂക്ഷിക്കുവാനും കുടുംബാംഗങ്ങളെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ തന്നെ അദ്ദേഹം തീവ്രമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അവരുടെ പേരമക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കരുതലോടുകൂടിയാണ് അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിർവഹിച്ചു കൊടുക്കുക എന്ന കൃത്യമായ ഒരു നിലപാട് തറ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കൃത്യമായിട്ടുള്ള ആ ഒരു നിഷ്കളങ്കതയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള കരുണയും ഒക്കെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒന്നാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായി തൃശ്ശൂരിലെ നഗരസഭാംഗമായി മാറുകയാണ് ഉണ്ടായത്.
1945 അദ്ദേഹം തൃശ്ശൂരിലെ നഗരസഭാംഗമായി മാറുന്നു. 1940 കൊച്ചി നിയമസഭ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നിയമസഭയോട് അദ്ദേഹം വിജയിക്കുന്നു. 1949, 52, 54 തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായി മാറുന്നു. തിരുക്കൊച്ചി അസംബ്ലിയിൽ 1952, 53 കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി ചീഫ് വിപ്പായി മാറുന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചെട്ടിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണത്. പ്രത്യേകിച്ചും തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ആദ്യ കാലഘട്ടങ്ങളിൽ 1945 അദ്ദേഹം നഗരസഭാംഗമാകുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അതിൻ്റെ ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത മുറ്റി നിൽക്കുന്ന ഒരു കാലഘട്ടമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. 1957 അദ്ദേഹം കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയുണ്ടായി. അത് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് പരാജയം രുചിക്കേണ്ടി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 1957 യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മറ്റു തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. കേരളം രൂപീകരിച്ച ശേഷം വരുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ഐക്യകേരളത്തിലെ ഒരു ആദ്യ നിയമസഭയുടെ മെമ്പറായി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായ ഒരൊന്നായിരുന്നു. ഡോക്ടർ AR മേനോനുമായി അദ്ദേഹം പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു പരാജയം തീർച്ചയായും അദ്ദേഹം ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും പരാജയം അദ്ദേഹത്തെ വളരെ തളർത്തേണ്ട ഒന്നായിരുന്നു. പക്ഷേ അതിന് തളരാതെ തന്നെ അതിശക്തമായി മുന്നോട്ട് പോകുവാനും തൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി വീണ്ടും കരുതലോടുകൂടി മുന്നോട്ട് പോകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1960 തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് അദ്ദേഹം കരുണാകരൻ മാളയിൽ നിന്ന് അദ്ദേഹം വെന്നിക്കൊടി മാറിക്കുന്നത്. 1960 അദ്ദേഹം മാളയിൽ നിന്ന് വെന്നിക്കൊടി മാറിയതിന് 8 തവണ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പിന്നീട് മാളയിൽ നിന്ന് തന്നെ അദ്ദേഹം ജയിക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടത്. മാളയുടെ മാണിക്യം എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത്. മാളയോട് അത്രയധികം സമരസപ്പെട്ടുകൊണ്ട് പോവുകയും മാള എന്ന് പറയുന്ന ആ നിയോജകമണ്ഡലത്തെ തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് മാറ്റിവെക്കുകയും മാളയുടെ വികസനം അല്ലെങ്കിൽ മാളക്കാർക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന രീതിയിലേക്ക് കരുണാകരൻ മാറുകയും ചെയ്തു. തന്നെ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കരുതലോടെ കാണുന്നവരെ തിരിച്ചും അതുപോലെ തന്നെ കരുതലോടെ കാണുവാനും അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ശ്രമമാണ് ഒരുപക്ഷെ മാളയെ ഇന്നത്തെ മാളയാക്കിയത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അതിനുശേഷം അദ്ദേഹം തുടർച്ചയായി മാളയിൽ നിന്ന് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയുണ്ടായത്. അതേ സംബന്ധിച്ച് വളരെ ചരിത്രമായ സംഗതികൾ എന്ന് പറയുമ്പോൾ 1967 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9 MLA-മാരാണ് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് ആകെ ലഭ്യമാകുകയുണ്ടായത്. കോൺഗ്രസ് കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായി മാറിപ്പോകും എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കേവലം ഒരു അംബാസഡർ കാറിൽ യാത്ര ചെയ്യാവുന്ന നിയമസഭാ അംഗങ്ങളെ ഉള്ളൂ അന്ന് കോൺഗ്രസിൽ നിന്ന് ആ കാലഘട്ടത്തിൽ പരിഹസിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് 1967 ഒരു കാലഘട്ടമാണ്. ആ 9 അംഗങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ ആ കാലഘട്ടത്തിൽ നിയമസഭയിൽ ഗർജിച്ചുകൊണ്ട് മുന്നേറുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹം അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ സീറ്റുകളിൽ നിന്ന് 1970 എത്തിയപ്പോൾ 32 സീറ്റിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹമാണ് ആ സമയത്ത് ഐക്യമുന്നണിക്ക് ഇന്നത്തെ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് ഐക്യമുന്നണിക്കുള്ള ഒരു ഏറ്റവും പ്രധാന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായത് ആ മുന്നണി രൂപീകരണം നടത്തുകയുണ്ടായത്. അങ്ങനെ 1970 ആ ഐക്യമുന്നണി രൂപീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 1971 അദ്ദേഹം അച്യുതമേനോൻ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയെ അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 1977 അദ്ദേഹം ആദ്യ മുഖ്യമന്ത്രിയാവുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യ മുഖ്യമന്ത്രി ആയി അദ്ദേഹം മാറുന്നത്. മതിയായ സീറ്റുകളിലൂടെ തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ രാജൻ കേസിലെ ഒരു ഹൈക്കോടതി പരാമർശം അദ്ദേഹത്തിന് രാജിവെക്കുന്നതിൽ അവസാനിച്ചു. ആ രാജിവെക്കുന്ന വളരെ ചുരുക്കം കാലമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം നിയമസഭാ അംഗം എന്നതിലുപരി അദ്ദേഹം 3 തവണ രാജ്യസഭാ അംഗമാകുകയുണ്ടായി. 2 തവണ അദ്ദേഹം ലോക്സഭയെ
പ്രതികരിക്കുകയുണ്ടായി. പി വി നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത്, ഭരണപക്ഷത്ത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത്. ഇത് എവിടെ നിന്ന് കഴിഞ്ഞാലും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ശത്രുക്കളുടെ ഇടയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അംഗീകരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെടുന്ന അവസരത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും ഭരണം കൈയാളാനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുകയുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അവസ്ഥ സ്വാഭാവികമായിട്ടും ഒരു നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്ന ഒരവസ്ഥയിൽ അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് പി വി നരസിംഹറാവുവിനെ അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവരികയും പി വി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയെ അവരോധിക്കുകയും ചെയ്ത് ഒരു കിങ് മേക്കർ എന്ന രീതി, രാജശില്പി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അദ്ദേഹം കാണിച്ചു കൊടുക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങ് ഡൽഹിയിലേക്ക് കുതിച്ചു കയറുകയും ആ ഡൽഹിയിൽ തൻ്റെ കരുനീക്കങ്ങളിലൂടെ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള സ്വാധീനം, ആ സ്വാധീനത്തിലൂടെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഭരണത്തിൻ്റെ ആ ചുക്കാൻ പിടിക്കുവാൻ കഴിയുന്ന രീതിയിൽ കൊണ്ടുവരികയും വേണമെങ്കിൽ തനിക്ക് പ്രധാനമന്ത്രിയാകാം എന്നുള്ള അവസ്ഥ പോലും ഉണ്ടായിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പദം വേണമെങ്കിൽ തനിക്കും ഒരു കൈ നോക്കാമെന്നൊരവസ്ഥ അദ്ദേഹത്തിന് സംജാതമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം ആ രീതിയിൽ ഉപയോഗിക്കുകയുണ്ടായില്ല. രാഷ്ട്രത്തിൻ്റെ പരമപ്രധാനമായിട്ട് നിലനിൽപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി അവരോധിച്ചു എന്നതൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ പിന്നീടുണ്ടായ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കെ കരുണാകരന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ വന്നതും പിന്നീട് അദ്ദേഹം DIC രൂപീകരിച്ചു, NCPയിലേക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേക്കേറേണ്ടി വന്നതും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നതും ഒക്കെ തന്നെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നത് കൂടി നമ്മൾ കാണേണ്ടത്. ഒരു NCPക്കാരനായി അദ്ദേഹം വർത്തിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിലേക്കുള്ള തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ഒരു മാന്യമായ എൻട്രി ലഭിച്ചുകൊണ്ട് ആ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ചുറ്റിക്കൊണ്ട് തന്നെ മരണം സംഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തൻ്റെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തൻ്റെ ജീവൻ കൊടുത്ത് വളർത്തിയെടുത്ത കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന് വലിയ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം കാണുകയുണ്ടായത്. ആ ഒരു നിർണായക ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നു. പക്ഷേ ആ നിർണായക ഘട്ടത്തിന് ശേഷം എങ്ങനെയെങ്കിലും തിരിച്ച് കോൺഗ്രസ് എത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അത് പിന്നീട് സംരക്ഷിക്കപ്പെട്ടു. കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് പഴയ ആദരവ് തന്നെ അദ്ദേഹം ലഭിച്ചു എന്നത് കൂടി നമ്മൾ ശ്രദ്ധേയമായി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നവർ അദ്ദേഹത്തെ വേണ്ടത്ര ഗൗനിച്ചില്ല, പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും വരുന്ന സംഭവ വികാസങ്ങളായി നമ്മൾ അതിനെ കാണേണ്ട ഒരു സംഗതിയാണ്. അവർക്കാർക്കും കരുണാകരനോട് ആ രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ വികസനം നമ്മൾ എടുത്തു പറയാതെ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകൾ രൂപീകരിക്കപ്പെടുകയുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹം കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന് അദ്ദേഹം കാരണക്കാരനായി. ഗുരുവായൂർ റെയിൽപാത, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം, അതുപോലെ തന്നെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഗോശ്രീ പാലം പദ്ധതി, കൊച്ചിയിലെ തന്നെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, കായംകുളം NTPC തുടങ്ങിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഓരോ ജില്ലയിലും, ഏത് ജില്ല പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ കരുണാകരൻ്റെ അടയാളപ്പെടുത്തൽ ഉണ്ടാകും എന്നത് കൂടി നമുക്ക് ഒരു വികസന നായകനായിരുന്നു അദ്ദേഹം. ചടുലമായ രീതിയിലൂടെ ഒരു കാര്യം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ജനത്തിന് ഗുണകരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജനത്തിൻ്റെ വികസനത്തിന് അത് തീർച്ചയായിട്ടും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യുക, അത് നിവർത്തിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം വലിയ രീതിയിൽ ആരോപണങ്ങൾക്ക് വിധേയനായ ശരവ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തെ പലപ്പോഴും കൊലയാളി കരിങ്കാലി എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും അഭിസംബോധന ചെയ്യുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അദ്ദേഹത്തിന് ജനങ്ങളുടെ വികസനം, ജനങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പല സംഗതികൾ നേടിയെടുക്കുവാനോ ഉള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ രക്ഷ, അതോടൊപ്പം തന്നെ തനിക്ക് തന്നോട് കൂറുകാട്ടുന്നവരോട് ആശ്രിത വത്സലനായി തന്നെ പെരുമാറുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ അപ്പനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. 1-ാം തീയതി ഉണ്ടെങ്കിൽ, മലയാളം 1-ാം തീയതി ഉണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാന ഘടകമായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷെ ആ ഭക്തി അമ്പലത്തിൻ്റെ ആ 4 അതിരുകളിൽ അവസാനിപ്പിക്കുകയും പുറത്ത് കടന്നു കഴിഞ്ഞാൽ തികഞ്ഞ മതേതരവാദിയായി മാറിക്കൊണ്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ചാർത്തുന്ന കളഭം പോലും അദ്ദേഹം മാറ്റി കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരിക. ഇതിന് കാരണം തന്നെ സംബന്ധിച്ച് തന്നെ അമ്പലത്തിൽ മാത്രമാണ് താൻ വിശ്വാസി, അല്ലാതെ താൻ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരുടെയും ആളാണ്, അവിടെ മതത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പ്രസക്തിയില്ല, മറ്റുള്ള ഏത് മതക്കാരോടും തൻ്റെ നിലപാട് ഒന്നാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുന്ന, അപ്രകാരമുള്ളൊരു അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അടയാളം തൻ്റെ മുഖത്തുണ്ടെങ്കിൽ അതുപോലും വേണ്ട എന്ന് വയ്ക്കുവാൻ ഉള്ള നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ ജനങ്ങളോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം താല്പര്യം കാട്ടി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പറയുമ്പോൾ ഒരു സ്നേഹപൂർവ്വമായ പുഞ്ചിരി, അതുപോലെ തന്നെ കണ്ണിറക്കി കൊണ്ടുള്ള കുസൃതിയോടെയുള്ളൊരു കണ്ണിറുക്കൽ, ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു സംഗതിയായിരുന്നു. സൗഹാർദ്ദപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അത് കയറി കൂടുന്നതായിരുന്നു. മറ്റുള്ളവരെ സൽക്കരിക്കാൻ, സ്വന്തം വീട്ടിൽ വരുന്ന ആളുകളെ തൻ്റെ തീന്മേശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് സൽക്കരിക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുമുള്ള അദ്ദേഹത്തിന് താല്പര്യം വളരെ പ്രകടമാണ്. കാറിൽ യാത്ര ചെയ്യുമ്പോഴാകട്ടെ താൻ വീട്ടിൽ നിന്ന് കരുതി വരുന്ന കുഴലപ്പം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുകളെല്ലാം തന്നെ ആ യാത്രയിൽ തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുവാനും അതോടൊപ്പം സന്തോഷിക്കുവാനും ഒക്കെ അദ്ദേഹം കാട്ടിയ താല്പര്യം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി. ഒരു നേതാവ് മരിക്കുമ്പോഴാണ് നേതാവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒട്ടേറെ പ്രത്യേകം രാജൻ കേസ് എന്ന് പറയുന്ന വിവാദത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കല്ലേറുകൾ ലഭിക്കുകയുണ്ടായി. രാജൻ കേസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ധാരണയില്ലാത്തൊരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം വരുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് രാജിവെക്കാൻ, മുഖ്യമന്ത്രി പദം ഹൈക്കോടതിയുടെ പരാമർശപ്രകാരം മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഈ പറയുന്ന ചെറിയ സമയത്തുള്ളിൽ പറഞ്ഞു തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംഭവ്യമായൊരു സംഗതിയാണ്. അത്രയേറെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ചാരക്കേസിൽ തന്നെ സംബന്ധിച്ച് താൻ അറിയാത്ത വിഷയത്തിൽ തന്നെ ക്രൂശിക്കുകയും തൻ്റെ സഹപ്രവർത്തകർ പോലും തൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം യാതൊരു കാലുഷ്യവുമില്ലാതെ തന്നെ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഒരു ശരശയിൽ കെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ ആ മാധ്യമപ്രവർത്തകരെ ഒക്കെ തന്നെ ഒരു വൈരനിര്യാതന ബുദ്ധിയുമില്ലാതെ അവരെയൊക്കെ തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ സംരക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരാളോടും അദ്ദേഹം ഒരു പക ആ രീതിയിൽ കാട്ടിയിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട സമയം. തൻ്റെ വിധിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവ് വളരെയേറെയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. 1993 കല്യാണിക്കുട്ടി അമ്മ അന്തരിക്കുന്നത്. അവർ നീണ്ട അസുഖത്തെ തുടർന്നാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. 1992 ജൂൺ 3 പുലർച്ചെ 2:15 ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കാർ കഴക്കൂടത്ത് വെച്ച് തലകീഴായി മറിയുകയും പിന്നീട് സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ചികിത്സിക്കൊണ്ടുപോയി തുടർന്ന് നീന്തലടക്കമുള്ള പരിശീലന മുറകളോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു ചരിത്രവും നമുക്ക് ഇതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അതുവരെയുള്ള കാറ് മറിയുന്നതിന് മുന്നേയുള്ള കരുണാകരൻ എന്ന് പറയുമ്പോൾ ആവേശത്തിൻ്റെ ഒരു ജ്വാലയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവേശം അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തീവ്രമായിട്ട് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇതര വിഷയങ്ങളെയൊക്കെ തന്നെ മുറിച്ചു മാറ്റുവാനും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടുതൽ
ആ രീതിയിൽ തന്നെ നിലനിർത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കണക്കാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. 1969 മുതൽ 95, 1969 മുതൽ 95 കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ്. പാർലമെൻ്ററി ബോർഡ് മെമ്പറായിരുന്നു. അങ്ങനെ വ്യത്യസ്ത തുറകളിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഒരു നേതാവ് എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവോടും പ്രവർത്തന ശൈലിയോടും കൂടി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു ചരിത്ര വിഖ്യാതമായൊരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. 92 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. 2010 ഡിസംബർ 23 അദ്ദേഹം തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. പ്രായാധിക്യം കൊണ്ടുള്ള മരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. 92 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം അവിടെ നിന്ന് വിലാപയാത്ര തിരുവനന്തപുരത്ത് തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറുവാനുള്ള ആളുകളുടെ വ്യഗ്രത അത് വളരെയേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പോകുന്ന മുരളി മന്ദിരത്തിൽ വീട്ടുവളപ്പിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി തുടങ്ങിയവർ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് കൂടി കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ 2 പേർ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് ഇറങ്ങുകയുണ്ടായി. ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം അവരും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലകൊള്ളുകയും ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് കൂടി ശ്രദ്ധേയമായ സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു ലീഡർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ സമ്പൂർണ്ണമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ചലിപ്പിക്കുകയും ആ സമൂഹത്തിൽ പ്രത്യേകിച്ചും വർഗീയ ശക്തികളുടെയോ അതുപോലെ തന്നെ തീവ്രവാദികളുടെയോ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തുവാനും ജനസമാധാനം ഉറപ്പിക്കുവാനുമുള്ള തീവ്രമായ ഒരു ശ്രമം അദ്ദേഹം നടത്തി എന്ന രീതിയിലും വികസനത്തിൻ്റെ അപ്പസ്തോലനായി മാറിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയ രീതിയിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടല്ലോ. അപ്രകാരമുള്ളൊരു വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം ലഭിക്കുക അസാധ്യമായൊരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പാതാര എന്ന മുകളിൽ നമുക്ക് നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.